ഹലോ, അസ്സാം വലൈക്കും. അങ്ങനെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടി കെട്ടിയതിന് ശേഷം നേരെ ജിസാൻ എയർപോർട്ടിലേക്കും, ജിസാൻ എയർപോർട്ടിൽ നിന്ന് റിയാദ് എയർപോർട്ടിൽ നിന്ന് നേരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്കും. അപ്പോൾ റിയാദ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലിരിക്കേണ്ടത് 5.5 മണിക്കൂറും റിയാദ് എയർപോർട്ടിൽ ഇരിക്കേണ്ടത് 5 മണിക്കൂറും. ഏകദേശം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നാട്ടിലെത്തുന്നവർ ഏകദേശം ഒരു ദിവസത്തെ യാത്രയാണ്. അങ്ങനെ നമ്മളെ പ്രിയ സുഹൃത്ത് സൗദി സാബിത്തിൻ്റെ ടാക്സിയിലാണ് ജിസാനിലെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിസാനിലെ എയർപോർട്ടിൽ എത്തുന്നവരെ നാട്ടിലെ ഓരോ വിശേഷങ്ങളെ കുറിച്ച് അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് നാട്ടിലെ കാലാവസ്ഥ, എങ്ങനെ ഉമ്മ എങ്ങനെയാണ്, അനിയൻ എത്രയുണ്ട്, പിന്നെ നീ ആദ്യമായി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരെയാണ് ആദ്യം കാണുക, ഉമ്മാനെയാണോ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ നമ്മൾ 6 മാസം മഴയാന്ന് പറഞ്ഞപ്പോൾ അവന് ഒരുപാട് അത്ഭുതമായിരുന്നു. അപ്പോൾ ജിസാനിലിപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല പൊടിക്കാറ്റാണ്. അപ്പോൾ ഇവിടെ തണുപ്പില്ല, ഇവിടെ നോർമലായിട്ട് തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ 3-4-5 മാസം പൊടിയുടെ പൂരമായിരിക്കും. എന്ന് പറയുക തൂഫാൻ എന്ന് പറയുക, ഒരു തൂഫാനായിരിക്കും പൊടിക്കാറ്റ്. അതുമാത്രമല്ല, ഇനി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നാൽ നീ എന്നെ വിളിക്കണം, ഞാൻ വരും, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏകദേശം എയർപോർട്ടിൽ എത്തുന്നവരെ ഇത് തന്നെയായിരുന്നു സംസാരം. അങ്ങനെ നമ്മളിപ്പോൾ ജിസാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ജിസാൻ എയർപോർട്ടിൽ നിന്ന് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം റിയാദിലേക്ക് പുറപ്പെടും. റിയാദിൽ നമ്മൾ ഏകദേശം 5 മണിക്കൂറോളം നമ്മൾ പിന്നെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്, നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മളിനിപ്പോൾ എന്താ ചെയ്യുക, അതിന് സ്വപ്നങ്ങൾ അവിടെ നിന്നാണ് കാണേണ്ടത്. അത് വളരെ മനോഹരമായ റിയാദ് എയർപോർട്ട് നോക്കിയാൽ വളരെ രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5.5 മണിക്കൂറോളം ഇവിടെ കുത്തിയിരുന്നത് എന്താ പറയുക ഇങ്ങനെ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ടാകുമ്പോൾ നമ്മളെന്താ വളരെ ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ 2 വർഷത്തിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ ഒരുപാട് എന്താ പറയുക ഒരു വലിയ സന്തോഷമുള്ള കാര്യമാകുമ്പം അതൊക്കെ നമ്മളങ്ങ് മറക്കും. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു സുഹൃത്ത് ഒന്നിച്ചുണ്ടായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒന്നിച്ച് ഒരുപാട് സംസാരിക്കാനും ഒരുപാട് നാട്ടിലെ മുമ്പ് പഴയ കാര്യങ്ങളൊക്കെ പറയാനും. അപ്പോൾ ഒരുപാട് 3-4 മണിക്കൂർ അങ്ങനെ നമുക്ക് പോയത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഫ്ലൈറ്റ് പൊന്താറുണ്ട്, ഏകദേശം ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റിയാദ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ ഏകദേശം ഇരിക്കേണ്ടത് 5.5 മണിക്കൂറാണ്. 5.5 മണിക്കൂർ ഏകദേശം നേരെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നേരെ ഫറോക്ക് ടാക്സിക്ക് നമ്മൾ നാട്ടിലേക്ക് ടാക്സിക്ക് പോകാതെ ഞാൻ ട്രെയിനിന് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നേരെ ഓട്ടോയിൽ ഫറോക്കിൽ എത്തണം. ഫറോക്കിൽ നിന്ന് നേരെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫ്ലൈറ്റിലാണ് ഉള്ളത്. ഏകദേശം 5.5 മണിക്കൂറോളം ഈ ഫ്ലൈറ്റിൽ നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. അത്ര മനോഹരമായ കാഴ്ചയല്ലേ, അതൊന്നും പറയാനില്ല, മനോഹരം. ഓക്കെ, അങ്ങനെ നാട്ടിലേക്ക് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഈ പച്ചപ്പും ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, എന്താ പറയേണ്ടത്, ഒരുപാട് 2 വർഷമാണെന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കുളിരാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഫറോക്കിൽ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ചില വീഡിയോസ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒറ്റയ്ക്കുള്ള ഒരു ഇതും എൻ്റെ ഒന്നിച്ചുള്ള ആൾ വേറെ വഴിക്കും പോയി, ഞാനിങ്ങനെ ഒറ്റയ്ക്കായി. അങ്ങനെ ഞാൻ നിങ്ങളുടെ ഓട്ടോയിൽ ഫറോക്കിൽ ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഏകദേശം ഞാൻ വന്ന ടൈം 9 മണിക്കൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിന് കുറച്ച് അതെനിക്ക് കിട്ടി. ഞാൻ 10 മിനിറ്റ് ലേറ്റായിട്ട് വന്നുകൊണ്ട് അത് കിട്ടിയില്ല. ഇനിയിപ്പോൾ വേറൊരു ട്രെയിനാണ് വരാനുള്ളത്. ആ വരേണ്ട ട്രെയിന് കുറച്ച് ലേറ്റ് ആവുകയും ചെയ്ത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതിൽ പെട്ടിട്ടുണ്ട്. ബാക്കി നമുക്കെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം 8 റുപ്യോളം നമുക്ക് വേണ്ടി വരും. വരവും ചിലവെല്ലാം കൂട്ടുമ്പോൾ 5-8 റുപ്യ ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിനെ സംബന്ധിച്ചോളം എനിക്ക് ഏകദേശം നാട്ടിലെത്തുന്നവരെയുള്ള ചിലവായത് ഏകദേശം 1000 റുപ്യ മാത്രമാണ് ചിലവായിട്ടുള്ളൂ. ഏകദേശം 8 റുപ്യോളം ആവും. പൈസ ലാഭിക്കണമെങ്കിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 7000 റുപ്യ അതിന് മേലെ എന്തായാലും ആവുമല്ലോ. അതിലും മേലെ എന്തായാലും പൈസ നമുക്ക് നാട്ടിൽ ആൾക്കാർ വരുമ്പോൾ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ കൂടി ഏകദേശം അതിന് മേലെ അല്ലാതെ താഴേക്ക് എന്തായാലും വരില്ല. അപ്പോൾ ആ ഒരു പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക്
കണ്ണൂരിലേക്ക് വന്നു. കണ്ണൂരിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എന്താ പറയുക, വളരെ ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, പക്ഷേ നമുക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു പൈസ ലാഭിക്കാൻ പറ്റും. ഇങ്ങനെ ലാഭം പൈസ ഇങ്ങനെ ലാഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ചില വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതിൽ നമ്മൾ ഖേദിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.